ചെവി തല കേൾക്കാനില്ലല്ലോ. അന്നപ്പാ ജോണിക്കുട്ടി കുഞ്ഞുമോളെ മണി 7 ബസ് ഇപ്പൊ വരൂ. ഷർട്ട് ഇട്ടു. നീ ആ യൂണിഫോം ഷർട്ട് എടുത്തേ. അതല്ലേ കട്ടിലിരിക്കുന്നേ. ചായപ്പ് തരാട്ടോ. കാലത്ത് ഇവിടെ ഒരു യുദ്ധ. 1ഉം 2ഉം അല്ല 4 എണ്ണത്തിന് സ്കൂളിലേക്ക് അയക്കണ്ടേ. പ്രസവം അടുത്തോണ്ട് ഇവൾക്ക് കുമ്പിടാനും കുളിപ്പിക്കാനൊന്നും പറ്റില്ല. വണ്ടി പോണു. പോട്ടെ. അല്ല ഇതൊക്കെ ഇമ്മാനുവൽ ആണോ? ലേറ്റ് മാരേജാ. അതറിഞ്ഞ് ദൈവം ഇങ്ങനെ തന്നോണ്ടിരിക്കല്ലേ. എടി റോസമ്മോ, എന്താ നീ നമ്മുടെ ആ പൂച്ചക്കുട്ടിയെ കണ്ടോടി? പിന്നെ അതിരാവിലെ പ്ലെയിനിൽ കയറി ദുബായി പോണത് കണ്ടു. ആഹാ, പോയിന്ന്. അതിന്റെ ടിക്കറ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോടി? വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അമ്മച്ചി. അവസാനം അങ്ങ് ഓക്കെ ആക്കി വിട്ടു. ആണോ? എന്റെ അമ്മച്ചിയാ തോന്നി. രണ്ടാളും നല്ല പോരാ. വീടൊന്നും കാണിക്കാതെയാണോ കച്ചവടം ഉറപ്പിച്ചത്? അല്ല, വീട് കാണാൻ ചെന്നപ്പോ അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അയ്യോ, പേടിക്കാനൊന്നുമില്ല. ഞാനിത് ഇന്നലെയും തുടങ്ങിയ ബിസിനസ് ഒന്നുമല്ല. ഈ പിള്ളേരെ ഒന്ന് അയച്ചിട്ട് നമുക്ക് അയാളെ പോയി കാണാം. ചളിയിലേക്ക് തള്ളിട്ടു. സ്കൂൾ ബസ് വന്നു. ഞാൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അതെന്റെ മാത്രം പേരിലുള്ള വീടാണ്. നിങ്ങൾക്ക് ഞാനത് വിറ്റു. പറഞ്ഞ സമയത്ത് ഡോക്യുമെന്റ്സ് എല്ലാം തരികയും ചെയ്തു, അല്ലേ? അത് ശരിയാണ്. പക്ഷെ അവിടെ ഇപ്പൊ താമസിക്കുന്നവരെ മാറ്റി തരേണ്ട ചുമതല കൂടി ഡോക്ടർക്കില്ലേ? അത് സ്വന്തം കുടുംബമാകുമ്പോ. എനിക്കിപ്പോ കുടുംബമില്ല. സ്വസ്ഥമായിട്ട് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കുടുംബമാണെന്നാലും പറയൂ. ഡോക്ടറെ, ഒരുപാട് വീട് ഞാൻ വാങ്ങിയിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ചതി എനിക്ക് പറ്റിയിട്ടില്ല. ആര് ചതിച്ചു എന്നായി പറയുന്നത്? നിങ്ങൾക്ക് അന്ന് ആധാരം വ്യാജമാണ്. അല്ല, കരാർ എഴുതുമ്പോൾ പറഞ്ഞതിനേക്കാൾ നയാ പൈസ കൂടുതൽ ചോദിച്ചു. ഇല്ല. നിങ്ങൾക്കത് വിറ്റിട്ട് ഞാൻ എവിടെ ഓടിപ്പോയോ? ഇല്ല. പിന്നെന്താണോ പ്രശ്നം? കാശ് കൊടുത്ത് വാങ്ങിച്ച ആൾക്ക് അതിന്റെ അകത്ത് കാലുകുത്താൻ പറ്റണില്ല. അത് തന്നെ പ്രശ്നം. നിങ്ങൾ ഇവിടെ കിടന്ന് തർക്കിക്കാതെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യൂ. അവർ തീർത്തോളും. അതൊന്നും ശരിയല്ലല്ലോ. ഒന്നുമല്ലല്ലോ, അവരൊരു സ്ത്രീയല്ലേ. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നിങ്ങൾ നോക്കണ്ട. അതിപ്പോ നിങ്ങളുടെ സ്ഥലവാ. അവിടെ താമസിക്കുകയോ ഇടിച്ചു പൊളിക്കുകയോ വേറെ ആർക്കെങ്കിലും വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. രാമേന്ദ്ര, അടുത്ത പേഷ്യന്റിനെ വിളിക്കും. ഡോക്ടർ, ഞാൻ വന്നേ. വാ, നിങ്ങൾ സമാധാനായിട്ടിരിക്കും. ഇത് എനിക്ക് വിട്ടേക്ക്. SI എന്റെ ഫ്രണ്ടാ. സംതിങ് കൊടുക്കേണ്ടി വരും. അത് എന്റെ കമ്മീഷന് ഞാൻ കൊടുത്തോളാം. അത് വേണ്ട. എന്നാ പിന്നെ ഗുണ്ടകളെ ഇറക്കാം. അവരാകുമ്പോ ചോദ്യം വർത്താനൊന്നും ഉണ്ടാവില്ല. പിടിച്ചു വലിച്ച് ഗേറ്റിന്റെ പുറത്ത് കിട്ടുള്ളൂ. അതൊന്നും പാടില്ല. പിന്നെ ഇത് വെറും ഒരു കുടുംബ പ്രശ്നമാണ്. ആ ഡോക്ടറും ഭാര്യയും തമ്മിൽ എന്തോ കാര്യത്തിന് തെറ്റി. അതെന്താണെന്ന് മനസ്സിലാക്കി ആ പിണക്കം ഒന്ന് തീർത്തു കൊടുത്താൽ ആ ഡോക്ടറും ഭാര്യയും ഒന്നാകുകയും ചെയ്യും. നമുക്ക് നമ്മുടെ വീടും കിട്ടും. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലല്ലേ ഇത്രല്ലേ? നമ്മൾ ബലമായിട്ട് ഇറക്കി വിട്ടാൽ അവർക്ക് ഈ ഡോക്ടറോടുള്ള വിരോധം കൂടിക്കോട്ടേന്ന്. അത് പിന്നെ കേസ്, ഡിവോഴ്സ്, ആ ശാപം നമ്മളെയാണ് ബാധിക്കുന്നത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ച വീടാണത്. അവിടെ ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴുന്നത് ശരിയല്ല. ഇതാര് മഹാത്മാഗാന്ധിയുടെ അവതാരം? ഒരു കാര്യം മനസ്സിലാക്കണം ഇമ്മാനുവൽ, ഈ കുടുംബം എന്ന് പറയുന്നത് പൂത്ത് തളിർത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ശ്രദ്ധക്കുറവുണ്ട്. അതിന്റെ ഒരു ചില്ല പോലും ഓടിയരുത്. ഓടിയാൻ നമ്മൾ സമ്മതിക്കരുത്. വാ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളെ വീട്ടിൽ പോയിരുന്നേ. അപ്പഴാ ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞേ. ഈ പഠിപ്പിക്കലേ അത് എപ്പോ തീരും? എപ്പോ തീർന്നാ നിങ്ങൾക്ക് എന്താ? അത് കൊള്ളാം. നമുക്കേ കുറച്ച് സമയം ഇരുന്നൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാശ് കൊടുത്ത് വീട് മേടിച്ച ആള് അവിടെ ഇവിടെ ഇല്ലാതെ നടക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ പോസ് കാണിച്ചാ എങ്ങനെയാ? റൈറ്റിലേക്ക്. മാഡം, അതെ മാഡം, സ്ത്രീ എവിടേക്കോ ഓടിക്കണേ. വണ്ടി ഒന്ന് നിർത്ത്, സംസാരിച്ചിട്ട് പോയാ മതി. പെങ്ങളെ പറഞ്ഞു കേട്ടില്ലേ? വണ്ടി ഒന്ന് നിർത്താൻ. വണ്ടി ഒന്ന് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ഞാൻ അറിയാതെ അയാൾ ആ വീട് വിറ്റിരിക്കും. പക്ഷേ അതൊരു വലിയ സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ, അപ്പച്ചൻ എൻ്റെ പേരിലിട്ടിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതൊക്കെ ചേർത്ത് അന്ന് ആ വീടുണ്ടാക്കിയത്. ആധാരം എൻ്റെ പേരിൽ എഴുതാമെന്നു പറഞ്ഞപ്പോൾ
ഞാൻ നിർബന്ധിച്ചിട്ടാ മുരളിയുടെ പേരിലാക്കിയത്. എന്നിട്ടിപ്പോ സ്വന്തം ഭാര്യയും മോളും തെരുവിൽ ഇറങ്ങിക്കോട്ടെ എന്ന് കരുതുന്ന ഒരാളെ ഭർത്താവെന്ന് വിളിക്കാൻ പറ്റൂ? എന്ന് വെച്ച് ഇദ്ദേഹത്തിന് സ്ഥലം കിട്ടണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, തൽക്കാലം അമ്മയും മോളും കൂടി ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് മാറ്. എല്ലാ ബന്ധുക്കളെയും വെറുപ്പിച്ചിട്ടാ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഹേ, എന്ന് പറഞ്ഞാൽ അതൊരു ആക്ച്വലി എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ചീറ്റിംഗ്, ചതിക്കായിരുന്നു എല്ലാ അർത്ഥത്തിലും. എന്ന് തറപ്പിച്ച് പറയരുത്. ഇതിന് രണ്ട് വശങ്ങളുണ്ടല്ലോ. മറുഭാഗത്തു നിന്ന് കൂടി നമ്മൾ ചിന്തിച്ചു നോക്കണം. കേട്ടെടുത്തോളം അത്ര മോശപ്പെട്ട ആളൊന്നുമല്ല ഡോക്ടർ. എങ്കിൽ പിന്നെ ഞാൻ മോശക്കാരിയായിരിക്കും. സി, കുറ്റങ്ങളും കുറവുകളൊക്കെ ഞാൻ ക്ഷമിക്കും. എനിക്കറിയാം കുറച്ച് കോംപ്രമൈസ് ചെയ്താലേ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂന്ന്. പക്ഷെ ഞാൻ വെറൊരു വിഡ്ഢിയെന്ന് കരുതിയാലോ? ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നതൊക്കെ വിശ്വസിക്കണം, ചെയ്യുന്നതൊക്കെ സഹിക്കണം. കൽപ്പനയാണ്. തീരുമാനങ്ങൾ മുഴുവൻ ഒറ്റയ്ക്കെടുക്കും. അതനുസരിച്ചില്ലെങ്കിൽ ധിക്കാരമായി. ഒരു മിനിമം റെസ്പെക്ട് ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ? ഇങ്ങോട്ട് എന്തു ആവാം, അങ്ങോട്ടൊന്നും പാടില്ല. ഒരു നിമിഷം കൊണ്ട് വലിച്ചെറിഞ്ഞു പോകാൻ പറ്റുന്നതാണോ ഈ ദാമ്പത്യം എന്ന് പറയുന്നത്? ഞാനും മോളും എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും ഓർത്തില്ല. അവൾക്ക് ഫീസ് കൊടുക്കാൻ, ഒരു ഉടുപ്പ് വാങ്ങാൻ കരയരുത്, കരയരുത്, കരയരുത്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. മാഡം, നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണെന്നല്ലേ പറഞ്ഞ്? ഒരുമിച്ച് പഠിച്ചവർ, എന്തും തുറന്നു പറയുന്നവർ. നിങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നം ഈസിയായി സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്ങനെ? ഇടപെടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു പറഞ്ഞ് വലുതാകുന്നത്. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിരുന്നപ്പോൾ ഇതൊക്കെ വീടുകൾക്കുള്ളിൽ തന്നെ തീരും. അമ്മാവൻ, അമ്മാവി, ചെറിയച്ഛൻ, വല്യച്ഛൻ, ആ ചേട്ടൻ, ഈ ചേച്ചി, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. ഇപ്പൊ ആ റോൾ ഏറ്റെടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള നല്ല സുഹൃത്തുക്കളാണ്. അതിന് ഞാനെന്ത് ചെയ്യാനാ? മാഡം മാരീഡ് ആണോ? അതെ. ഗുഡ്. കുട്ടികളുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. സോ സിമ്പിൾ. ഇപ്പൊ ശരിയാക്കാം. മാഡം, നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്ന് ഇവരെ വിളിച്ചുകൊണ്ടുപോയി കുറച്ച് ദിവസം നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കണം. പിന്നെ പതുക്കെ ഹസ്ബൻഡിനെ ഡോക്ടർക്ക് അടുത്തേക്ക് അയക്കാം. ഹസ്ബൻഡ് നയത്തിൽ അങ്ങേരെ കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരട്ടെ. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യണം. ഒത്തൊരുമയോടെ കഴിയുന്ന മറ്റൊരു വീടിന്റെ ഉള്ളിലെ സമാധാനം കാണുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. 1, 2, 3 ദിവസങ്ങൾ അങ്ങനെ കഴിയട്ടെ. അവർ ഒന്നിച്ചിരിക്കും, എനിക്കെന്റെ വീടും കിട്ടും. ഞാനിപ്പോ എന്റെ പേരൻസിന്റെ ഒപ്പമാ താമസിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ മുതിർന്നവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇടപെടാം. എന്റെ ഉടുപ്പ് എന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. വെരി ഗുഡ്. അല്ല, മനസ്സിലായില്ല. എന്റെ കൂടെ ഇപ്പൊ എന്റെ മക്കൾ മാത്രമേ ഉള്ളൂന്ന്. അത് മനസ്സിലായി. ഹസ്ബൻഡ് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഞങ്ങളിപ്പോ ഒരുമിച്ചല്ല. ഇമ്മാനുവല്ലേ?